ഒരു ഭാഗത്ത് ഗസയിലും റഫേലും അടക്കം ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ സൈനികരുടെ അവസാനിക്കാത്ത കൊടും ക്രൂരത. മറുവശത്ത് വെസ്റ്റ് ബാങ്കിൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാരുടെ കണ്ണിൽ ചോരയില്ലാത്ത ദ്രോഹം. ഫലസ്തീനികളുടെ കൃഷിഭൂമി തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ. നബലുസ് നഗരത്തിന്റെ കിഴക്കുള്ള ബൈത്ത് ഫൂരിക്കിലാണ് അനധികൃത കുടിയേറ്റക്കാർ കൃഷിഭൂമി വ്യാപകമായി തീയിട്ട് നശിപ്പിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തെക്കൻ വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനികളുടെ കൃഷിയിടങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാർ അതിക്രമം നടത്തിയതായി വാർത്താ ഏജൻസിയായ അനഡോലു റിപ്പോർട്ട് ചെയ്തു. കുടിയേറ്റക്കാരുടെ ആടുകളെ കൂട്ടത്തോടെ ഫലസ്തീനികളുടെ കൃഷിഭൂമിയിലേക്ക് തുറന്നുവിടുകയായിരുന്നു. സമീപകാലത്ത് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികളുടെ ജീവനും സ്വത്തിനുമെതിരെ വ്യാപക ആക്രമണമാണ് നടക്കുന്നത്. കൃഷിയിടങ്ങൾക്ക് തീയിടുക, വാഹനങ്ങൾക്ക് കല്ലെറിയുക, ഒലിവ് മരങ്ങൾ പിഴുതുകളയുക, വീടുകൾ ആക്രമിക്കുക, കന്നുകാലികളെ മോഷ്ടിക്കുക തുടങ്ങിയ അതിക്രമങ്ങളാണ് കുടിയേറ്റക്കാർ ഫലസ്തീനികൾക്കെതിരെ നടത്തുന്നത്. ഏകദേശം 7 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരാണ് വെസ്റ്റ് ബാങ്കിലുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ പതിവായി റെയ്ഡുകൾ നടത്താറുണ്ട്. ഒക്ടോബറിൽ ഗസയിൽ യുദ്ധം തുടങ്ങിയതോടെ വ്യാപക പരിശോധനയാണ് ഇസ്രായേൽ ഈ പ്രദേശത്ത് നടത്തുന്നത്. ഇതിനിടെയാണ് ഫലസ്തീനികൾക്ക് നേരെ അനധികൃത കുടിയേറ്റക്കാരുടെ ആക്രമണവും നടക്കുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 553 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 5300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ കനത്ത തെരുവ് യുദ്ധം നടക്കുന്നതിനിടെ ആക്രമണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നെതന്യാഹു സർക്കാർ. വടക്കൻ തെക്കൻ ഗസകളിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ്. ഖാൻ യൂനിസ്, റഫ എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട സൈന്യം ശക്തമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഖാൻ യൂനിസിൽ നിന്ന് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇന്നലെ 20ഓളം റോക്കറ്റുകൾ അൽ ഖസാം ബ്രിഗേഡ് അയച്ചിരുന്നു. തുടർന്നാണ് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടത്. തെക്കൻ ഖാൻ യൂനിസിലെ യൂറോപ്യൻ ഗസ ആശുപത്രിയിൽ നിന്ന് രോഗികളെയും അഭയാർത്ഥികളെയും രാത്രി അടിയന്തരമായി ഒഴിപ്പിച്ചു. ഏതാനും രോഗികളെ നാസർ ആശുപത്രിയിലേക്ക് മാറ്റി. ഹമാസിന്റെ സൈനിക ശക്തി ദുർബലപ്പെടുത്തിയെന്നും വൈകാതെ ലക്ഷ്യം നേടുമെന്നുമാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഗസയിലെ ആക്രമണം നിർണായക ഘട്ടത്തിലാണെന്നും നെതന്യാഹു പറഞ്ഞു. ലെബനാനു നേരെ വ്യാപക യുദ്ധം ഒഴിവാക്കാനാണ് ഇസ്രായേൽ നീക്കമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷം ലഘൂകരിച്ച് യുദ്ധവ്യാപ്തി തടയണമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖാൻ യൂനിസ്, ഷുജാഇയ, റഫ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇന്നലെയും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹമാസ് സൈനികശേഷി വീണ്ടെടുക്കുന്നത് തടയാനാണ് ഷുജാഇയയ്ക്ക് നേരെയുള്ള ആക്രമണമെന്നാണ് ഇസ്രായേൽ സേനയുടെ പ്രതികരണം. എന്നാൽ ആക്രമണം നിർത്താതെ പിറകോട്ടില്ലെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള. ഇതിനിടെ ഇസ്രായേൽ തടവറകളിൽ ഫലസ്തീനികൾ നേരിടുന്നത് കൊടിയ പീഡനമെന്ന് സൈന്യം വിട്ടയച്ച ഗസയിലെ അൽഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബു സൽമിയ വെളിപ്പെടുത്തി. 7 മാസം മുമ്പ് ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച ഡോക്ടർ മുഹമ്മദ് അബു സൽമിയ ഉൾപ്പെടെ 50 തടവുകാരാണ് മോചിതരായത്. കഴിഞ്ഞ വർഷം നവംബർ 22-ന് UN നേതൃത്വത്തിൽ രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടെയാണ് അബു സൽമിയയെ സൈന്യം കസ്റ്റഡിയിലെടുത്തത്.